ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് അത്തം ദിവസമായിട്ടേ ശിവക്കുട്ടിയാണ് കേട്ടോ പൂക്കളിട്ടത്. അപ്പോൾ അവൾ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ നാളെ പൂവിടേണ്ട ദിവസമല്ലേ, അപ്പം ഞാൻ പൂവിടാം, അമ്മ ചാണകം തേച്ച് തന്നാൽ മതി, പിന്നെ പൂവൊക്കെ എടുത്ത് സെറ്റാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത്തമായിട്ട് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അത്തം വെളുത്തു, അപ്പോൾ ഓണം കറക്കാൻ സാധ്യതയുണ്ട്. അത്തം വെളുത്ത ഓണം കറുത്തു എന്നല്ലേ പറയുക. അപ്പോൾ പണ്ട് അങ്ങനെയൊക്കെയല്ലേ പറയുക. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനെ കേട്ടാൽ പറയും, അയ്യോ അത്തം കറുത്താലും വേണ്ടില്ല, ഓണം വെളുത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ. കാരണം നമ്മൾ അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ നമുക്കൊരു അടുത്ത വീട്ടിൽ പോക്കുണ്ട് കേട്ടോ, ടി വി കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ വീട്ടിലൊന്നും ടി വി ഇല്ല. അപ്പോൾ ടി വി കാണാൻ എല്ലാവരും, അടുത്തുള്ള എല്ലാവരും കൂടി ഒരു വലിയൊരു വീട്ടിൽ ഒത്തുകൂടും. അവിടെ പുതിയ സിനിമയൊക്കെ വരും ടി വിയിൽ. അപ്പോൾ അത് കാണും. അത് കഴിഞ്ഞ് ഉച്ചയും ഊണ് കഴിക്കും വീട്ടിൽ വന്നിട്ട്. അത് കഴിയുമ്പോഴേക്ക് അമ്മമ്മയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകാനാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് മഴ പെയ്ത് എന്താവും, ആകെ കൊള്ളാവും. കുട്ടിക്കാലത്തെ ഓണം, വിഷു, തിരുവാതിര ഈ ആഘോഷങ്ങളൊക്കെ ഒരു നല്ല ഓർമ്മകൾ തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ചും നമ്മൾ 90s കുട്ടികൾക്കൊക്കെ എന്ത് രസമാണ്. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിനൊക്കെ അത്ര വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഉച്ചവരെ അടുക്കളയിൽ തന്നെയാവും. ചെറിയ രീതിയിലാണെങ്കിലും ഓണസദ്യ കേട്ട് ഉച്ചവരെ അടുക്കളയിൽ. അത് കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ A to Z വരെയുള്ള പാത്രങ്ങളും കഴുകി ഒരു മൂലയ്ക്ക് വയ്ക്കുമ്പോഴേക്കേ നമ്മളെ ഒരു മൂലയ്ക്ക് വയ്ക്കാറാവും. അങ്ങനെ ഉച്ച തിരിയും, വൈകുന്നേരം ആവും വീട്ടിലെത്താൻ. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും എന്താ, ആ ദിവസം കഴിഞ്ഞല്ലോ. പിന്നെ 2 ദിവസം നിന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓണം. ഞാനിപ്പോഴത്തെ എൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാകൊണ്ടേ വൈകിട്ടാട്ടോ ചോറിന് വെള്ളമൊക്കെ വെച്ചത്. അപ്പോൾ രാവിലത്തെ പലഹാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമൊക്കെ കുറച്ച് വൈകിട്ട് ചോറ് വയ്ക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ അത്തായിട്ട് വലിയ സ്പെഷ്യലൊന്നുമില്ല, എന്നാലും പതിവ് പോലെ തന്നെ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറാണ് കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാറും പയറുപ്പേരിയാണ് വെക്കാൻ പോണത്. പിന്നെ അത്തല്ലേ, പപ്പടം കാച്ചി, അല്ലെങ്കിലും പപ്പടം ഇല്ലാതിരിക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു തരം നാടൻ പയറുണ്ടല്ലോ, കുറ്റിപ്പയർ, വേഗം മൂപ്പാവുന്ന പയറില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് പുഴുക്കുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പയർ പൊട്ടിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ പച്ചക്കറിയൊന്നുമില്ല. വേനൽക്കാലത്ത് നനച്ചുണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയായിരുന്നു. ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഒരു പച്ചക്കറി ഇല്ല, ഒക്കെ ചീഞ്ഞളിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ പയർ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ പച്ചക്കറി ഏതായാലും അത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടേക്കാറുണ്ട് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഇതാ വെള്ളത്തിലിട്ടു. അതിലൊരു ഉരുളക്കിഴങ്ങ് കൂടി നുറുക്കിയിട്ടിട്ടുണ്ട്. വെണ്ടയ്ക്ക സാമ്പാർ, മുരിങ്ങക്കായൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും പരിപ്പിട്ടിട്ട് അങ്ങനെ വെക്കാൻ, നാളികേരമൊന്നും അരയ്ക്കാത്ത ഒരു സാമ്പാറാണ്. പിന്നെ ഉപ്പേരി വറുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലാണല്ലോ, അപ്പോൾ കുറച്ച് ഉണങ്ങാണ്ടായിരുന്നു വിറക്. അപ്പോൾ അത് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ വാരി വലിച്ച് പുറത്തിട്ടാൽ പെട്ടെന്ന് മഴ വന്നാൽ ഈ വെയിലൊന്നും അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. അപ്പോൾ കുറേ തുണികളും പിന്നെ അതുപോലെ ഇങ്ങനെ വിറകൊക്കെ പുറത്തിട്ടാൽ പിന്നെ എല്ലാം കൂടി നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് എടുത്ത് വയ്ക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെയാണ് ഉണക്കുള്ളൂ. പിന്നെ ഇതാ അപ്പോൾ കുക്കറിൽ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി വയ്ക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ അടുപ്പത്ത്, അത് സ്റ്റൗവിലാണ് വയ്ക്കുന്നത്. ഉപ്പേരി അടുപ്പത്തും വയ്ക്കുകയാണ്.
അങ്ങനെ ഉപ്പേരി ആയപ്പോൾ പിന്നെ പപ്പടം കാച്ചാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ കുക്കറിൻ്റെ വിസിൽ കേട്ടപ്പോൾ പിന്നെ ഞാനത് പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഈ ചീനിച്ചട്ടി സ്റ്റൗമ്മ കൊണ്ടുവച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പപ്പടം കാച്ചി പിന്നെ ആ എണ്ണയിലെ നമ്മൾ സാമ്പാറിനുള്ള വെണ്ടയ്ക്ക വഴറ്റുകയാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക വഴറ്റുക അത് സാമ്പാറിലിടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്ന സാമ്പാർ വയ്ക്കാറെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും ഉള്ളിയും അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുളി കുറച്ച് മതി. നമ്മൾ നാളികേരം ചേർക്കണില്ലല്ലോ, അപ്പോൾ കുറച്ച് പുളി മതി. അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ വേവിച്ച് വെച്ച പരിപ്പും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് നാളികേരം ചേർത്ത സാമ്പാറാണോ അതോ ഇങ്ങനെ വയ്ക്കുന്ന സാമ്പാറാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് സാമ്പാർ. പിന്നെ സാമ്പാറാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം രാവിലത്തെ പലഹാരത്തിൻ്റെ കൂട്ടാനും ആയല്ലോ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടുണ്ട്. അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാർ മാറ്റി വെച്ചിട്ട് പിന്നെ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് വറുത്തിടുകയാണ്. അപ്പോഴേക്കും രാജേട്ടനൊക്കെ വന്നു. ഒരു സൈഡിൽ കൂടെ അങ്ങനെ എണ്ണക്കടി പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലേ വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ചോറിനാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ശരിക്കും ഇന്നലത്തെ വീഡിയോ ആണ്. ഒന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ശരിയാക്കി എടുത്തപ്പോഴേക്ക് പിറ്റേ ദിവസമായി. മൊത്തം കഴിഞ്ഞ് ചിത്തിരയായി. എന്താ അല്ലേ?